In van der Waals equation, P plus A by V square into V minus P is equal to RT. Find the dimension of constants A and B. P എന്ന് പറയുന്ന ടേം പ്രഷറാണ്, എ എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻറ്റ്, വി വോളിയമാണ്, പിന്നെ ഇതിനകത്തുള്ള വി മൈനസ് ബിയിലെ വി വോളിയമാണ്, ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, ടി ടെമ്പറേച്ചർ. അന്നേരം ഇതിനകത്ത് ഈ സൈഡിലെ ഒന്നും കണ്ടെത്തണ്ട, നമുക്ക് കാണേണ്ടത് ഡയമെൻഷൻ ഓഫ് കോൺസ്റ്റൻസ് എ ആൻഡ് ബി ആണ് കണ്ടെത്തേണ്ടത്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളിങ്ങനെ എഴുതുന്നു, 7 മീറ്റർ മൈനസ് 5 മീറ്റർ സമം എത്രയായി? 2 മീറ്റർ. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ 7 മീറ്ററിൽ നിന്നാണ് എത്ര കുറച്ചേക്കുന്നത്? 5 മീറ്റർ കുറച്ചേക്കുന്നത്. അങ്ങനെയാണ് 2 മീറ്റർ കിട്ടിയേക്കുന്നത്. അന്നേരം നമ്മൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. 5 മീറ്റർ മൈനസ് 5 സെൻറ്റിമീറ്റർ സമം 2 എന്ന് എഴുതാൻ പറ്റുമോ? കാര്യം എന്ന് വെച്ചാൽ ഇവിടെ യൂണിറ്റ് ഇവിടെ മീറ്ററും ഇവിടെ സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അന്നേരം അടുത്തത് പ്രഷർ പ്ലസ് എ ബൈ വി സ്ക്വയർ. അന്നേരം പ്രഷറിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ 7 മീറ്റർ മൈനസ് 5 മീറ്റർ ആണ്. അന്നേരം ഇവിടെ പ്രഷറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആവുമ്പം ഇവിടെ യൂണിറ്റ് മീറ്റർ ആണല്ലോ, ഇവിടെ പ്ലസ് ചെയ്തിട്ട് ഇവിടെ എ ബൈ വി സ്ക്വയർ എന്ന് പറയുന്നതും എത്ര തന്നെ ആവണം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതായത് സെയിം യൂണിറ്റ് തമ്മിൽ നമുക്ക് കൂട്ടാനും പറ്റത്തുള്ളൂ, കുറയ്ക്കാനും പറ്റത്തുള്ളൂ. അടുത്തത് വി മൈനസ് ബി എന്ന് പറയുമ്പം ഇത് വോളിയമാണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ ക്യൂബാണ്. ബി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എത്ര തന്നെ ആയിരിക്കും? മീറ്റർ ക്യൂബ്. പക്ഷേ ഇത് പെട്ടെന്ന് കിട്ടി, ഈ ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടി. പക്ഷേ എ കണ്ടെത്തണം. ഒന്നുകൂടി പറയാം, സെയിം യൂണിറ്റ്, അതായത് 2 മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് 1 മീറ്റർ പെർ സെക്കൻഡ് കൂട്ടുമ്പോഴേ നമുക്ക് എത്ര കിട്ടത്തുള്ളൂ? 3 മീറ്റർ പെർ സെക്കൻഡ് കിട്ടത്തുള്ളൂ ആണല്ലോ. ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന പ്രഷറാണ്, 1 മീറ്റർ പെർ സെക്കൻഡിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന എ ബൈ വി സ്ക്വയർ ആണ്. പ്രഷറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ എ ബൈ വി സ്ക്വയറും മൊത്തത്തിൽ കാണുമ്പോൾ എത്ര ആയിരിക്കും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. അതുപോലെ വി മൈനസ് ബി, വോളിയം മീറ്റർ ക്യൂബാന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ബിയുടെ കോൺസ്റ്റൻറ്റും ബിയുടെ യൂണിറ്റും എത്ര തന്നെ ആയിരിക്കും? മീറ്റർ ക്യൂബ് ആയിരിക്കും. ഇത് നോട്ട് ചെയ്യണം. ഇനി നമുക്ക് പ്രഷർ നമുക്ക് അഴിച്ചെടുത്ത് ചെയ്യാം. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ, എം ഇൻറ്റു എ. ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് വരയ്ക്കണം മാസ്. അതായത് നമ്മൾ SI യൂണിറ്റിലെ മാസ് കിലോഗ്രാം, ലെന്ത് മീറ്റർ, ടൈം സെക്കൻഡ്. മേളിൽ എഴുതിയേക്കുന്ന MLT എന്ന് പറയുന്നത് ഡയമെൻഷനും താഴെ എഴുതിയേക്കുന്ന യൂണിറ്റുമാണ്. ഇത് വരയ്ക്കുക. എന്നിട്ട് ഇത് പെട്ടെന്ന് അറിയാവുന്നവർക്ക് വേണമെങ്കിൽ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. നമുക്കിത് ഓരോ കണ്ടുപിടിക്കാം. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിൽ ആണ് ഇത് ഫുള്ളൊന്ന് പറഞ്ഞു തരുന്നത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, എസ് ബൈ ടി. ഈ എസ് എന്ന് പറയുന്നത് എന്താണ്? ലെന്താണ്. ഓക്കെ, അങ്ങനെ ആവുമ്പം നമുക്ക് മേളിൽ എൽ കൊടുക്കാം. ടി എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. അന്നേരം ഡയമെൻഷൻ എൽ ബൈ ടി. അന്നേരം എല് T⁻1 എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് മേളിലോട്ട് വരുമ്പം T⁻−1. നോട്ട് ചെയ്യുക, 1/t എന്ന് പറയുന്നത് ഇവിടെ ഒരു 1 ഉണ്ട്, മേളിലോട്ട് വരുമ്പം T⁻−1. അതുപോലെ 1/T⁻−2 ആണ്. ഇത് മേളിലോട്ട് വരുമ്പം ഇതിൻ്റെ സൈൻ അങ്ങ് മാറും, T². നോട്ട് ചെയ്യുക.
അടുത്ത നമുക്ക് ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. L T⁻⁻1 ബൈ ടൈം T. ഇവിടെ T⁻1 ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇത് മേളിലോട്ട് വരുമ്പോൾ എത്രയായി? 1/T⁻1 മേളിലോട്ട് വരുമ്പോൾ T⁻⁻1. അന്നേരം L ഇൻറ്റു T⁻⁻1 ഇൻറ്റു T⁻⁻1. L ഇൻറ്റു T. ഇത് രണ്ടും T ആണ്. T എന്ന് പറയുമ്പം A⁻m ഇൻറ്റു A⁻n എന്ന് പറയുന്നത് എന്താണ്? A⁻m+n. അങ്ങനെ ആവുമ്പം T⁻−1 ഉണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. അതായത് -1ൻ്റെ സ്ഥാനത്ത് m എന്നും എഴുതാം, -1ൻ്റെ സ്ഥാനത്ത് n എന്നും എഴുതാം. അങ്ങനെ ആവുമ്പം m+n എന്ന് പറയുന്നത് -1 + -1 എന്ന് വെച്ചാൽ കൂട്ടുക, സൈനോ -2. ഇതാണ് ആക്സിലറേഷൻ്റെ. നോട്ട് ചെയ്യുക, ആക്സിലറേഷൻ്റെ ഇതാണ്, വെലോസിറ്റിയുടെ ഇതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കാണാൻ എളുപ്പമാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോഴ്സ് = m ഇൻറ്റു ആക്സിലറേഷൻ. m എന്ന് വെച്ചാൽ മാസാണ്. അന്നേരം നമുക്ക് ഡയമെൻഷൻ ക്യാപിറ്റൽ M എന്ന് കൊടുക്കാം. ആക്സിലറേഷൻ L⁻². ഇത് നമുക്ക് വേണ്ട ഡയമെൻഷൻ മാത്രം മതി, ഫോഴ്സിൻ്റെ കിട്ടി. ഇത് ഡയറക്റ്റ് അറിയാവുന്നവർക്ക് ഒറ്റയടിക്ക് ഇത്രയൊന്നും ചെയ്യണ്ട, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് പ്രഷർ. ഇപ്പോൾ ഫോഴ്സ് കണ്ട് പ്രഷർ കാണണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അന്നേരം പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. ഏരിയയുടെ ഡയമെൻഷൻ നമുക്കറിയാം. ഏരിയ എന്ന് വെച്ചാൽ ലെന്ത് ഇൻറ്റു ബ്രെത്ത്. അന്നേരം അത് രണ്ടും എന്താണ്? L-ന് ഈക്വലാണ്. അന്നേരം L². അന്നേരം ഫോഴ്സിൻ്റെ m L T⁻² ഡിവൈഡഡ് ബൈ L². അടുത്ത സ്റ്റെപ്പ് m ഇൻറ്റു L T⁻². ഈ L² മേളിലോട്ട് പോകും. അന്നേരം 1/T⁻² മേളിലോട്ട് പോയപ്പം T⁻², L² മേളിലോട്ട് പോകുമ്പം ഇവിടെ ഒരു -സൈൻ വരും. അന്നേരം m L അവിടെ ഉണ്ട്. ഈ L² മേളിലോട്ട് വന്ന് L⁻² ഇൻറ്റു T⁻². അടുത്ത സ്റ്റെപ്പ് m ഇൻറ്റു ഇവിടെ ഒരു 1 ഉണ്ട്. ഇത് സെയിം ടേം ആണ്. അന്നേരം 1ഉം -2ഉം. അന്നേരം 1 - 2 എന്ന് പറയുന്നത് എന്തായി? A+n എന്ന് പറയുന്നത് പോലെ 1 - 2. അന്നേരം അത് കുറയ്ക്കുക. അന്നേരം 2 - 1 1 ആയി. എന്നിട്ട് സൈൻ വലുതിൻ്റെ സൈൻ മൈനസ്. അന്നേരം m L ഇൻറ്റു -1 ഇൻറ്റു T⁻². ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷറിൻ്റെ ഡയമെൻഷനാണ് കിട്ടിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പ്രഷർ പ്ലസ് A/v² ആണെങ്കിൽ ഇവിടെ പ്രഷർ m L⁻². പ്രഷർ m L⁻−1 T⁻² ആണെങ്കിൽ, ആ ഡയമെൻഷൻ ആണെങ്കിൽ A/v² എന്ന് പറയുന്നതും മൊത്തത്തിൽ എത്ര തന്നെ ആയിരിക്കും? m L⁻−1 T⁻² ആണ്. അന്നേരം അത് വെച്ചാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. അന്നേരം നമുക്ക് A ആണ് കാണേണ്ടത്. ഇനി വോളിയത്തിൻ്റെ അറിയാം. വോളിയത്തിൻ്റെ യൂണിറ്റ് m³. നമ്മൾ ഡയമെൻഷനിൽ പറയുമ്പം L³. അന്നേരം v² എന്ന് പറയുന്നതോ, വോളിയം സ്ക്വയർ എന്ന് പറയുമ്പം L³ അന്നേരം എത്ര കിട്ടി? L⁻6 കിട്ടി. v² എത്ര കിട്ടിയേ? L⁻6. ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ A/v² എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി എന്തിന് ഈക്വലാ? ഇവിടെ പ്രഷറിൻ്റെ ഡയമെൻഷൻ ആണെങ്കിൽ അതേ ഡയമെൻഷൻ തന്നെ ഇവിടെ വരുത്തുള്ളൂ. 1 മീറ്റർ പ്ലസ് 2 മീറ്റർ = 3 എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അന്നേരം A/v² = ഈ ഡയമെൻഷൻ അങ്ങോട്ട് എഴുതുക. m
എൽ റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -2. ഇനി നമുക്കറിയാം എ ആണ് കാണേണ്ടത്. ബി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എഴുതണം. ബി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടി എൽ റേസ് ടു 6. അന്നേരം എ ബൈ എൽ റേസ് ടു 6 സമം എം ഇൻറ്റു എൽ റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -2. അടുത്ത സ്റ്റെപ്പ് എ ഈസിക്കൽ ടു എം ഇൻറ്റു എൽ റേസ് ടു -1 ഇൻറ്റു ഇത് ഇക്വേറ്റ് ചെയ്യുക, ഗുണിച്ചാൽ മതി. അല്ലാതെ മേളിലോട്ട് വരുമ്പം എൽ റേസ് ടു -6 ആവുമെന്ന് വിചാരിക്കരുത്. ഇത് ഗുണിക്കുകയേ ചെയ്യാവുള്ളൂ. അതായത് a/2 ഈസിക്കൽ ടു 4 എന്ന് പറയുമ്പം എ കാണുന്നത് എങ്ങനെയാണ് 2 ഇൻറ്റു 4 അങ്ങനെ ചെയ്യണം. എം ഇൻറ്റു എൽ റേസ് ടു -1 ഇൻറ്റു എൽ റേസ് ടു 6 ടി റേസ് ടു -2. അടുത്ത സ്റ്റെപ്പ് എ എന്ന് പറയുമ്പം എൽ റേസ് ടു -1ഉം എൽ റേസ് ടു 6ഉം. അന്നേരം എങ്ങനെ എടുക്കണ്ടേ? 6 -1 അന്നേരം 5. എം എൽ റേസ് ടു 5 ടി റേസ് ടു -2. ഇതാണ് എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻ. ബി കാണാൻ എളുപ്പമാണ്. ഇവിടെ വോളിയം നമ്മൾ കണ്ടെത്തി എൽ ക്യൂബ് ആണെങ്കിൽ നമ്മൾ ഇവിടെ എൽ ക്യൂബ് ആണെങ്കിൽ ബിയും എന്ത് തന്നെ ആയിരിക്കും? എൽ ക്യൂബ് ആയിരിക്കും. അങ്ങനെ ആകുമ്പം ബി എന്ന് പറയുന്നത് എൽ ക്യൂബ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് നമ്മൾ അറിയണം ഇനി ഏത് ഇക്വേഷനും ഇതിന് പകരം ഇവിടെ ഒരു ഫോഴ്സ് വരുവാണെങ്കിൽ ഫോഴ്സിൻ്റെ എത്ര ആയിരിക്കും? എം ഇൻറ്റു എൽ ടി റേസ് ടു -2. അങ്ങനെ ആകുമ്പം എ ബൈ ബി സ്ക്വയറും എന്ത് തന്നെ ആയിരിക്കും? എം ഇൻറ്റു എൽ ടി റേസ് ടു -2. ഇവിടെ പ്രഷർ എം എൽ റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -2 വന്നുകൊണ്ട് എ ബൈ ബി സ്ക്വയറും എത്ര തന്നെയാണ്? എം എൽ റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -2 ആണ്. ഈ കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്.